പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അനുഗ്രഹീത മാസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. വന്നതിനേക്കാൾ വേഗത്തിൽ റമദാൻ, അല്ലെങ്കിൽ റമദാനിനോട് നമ്മളും റമദാൻ നമ്മളോടും വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവശേഷിക്കുന്ന 10 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒറ്റയിട്ട രാവുകൾ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട ദിവസങ്ങൾ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ആവേശഭരിതനായി റമദാനിനെ കൈകാര്യം ചെയ്തത്, ഉപയോഗപ്പെടുത്തിയത് റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിലായിരുന്നു എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങിയ വർഷത്തിൽ, ആ വർഷത്തെ റമദാനിലെ 20 ദിവസവും പള്ളിയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലവഴിച്ചിരുന്നു. ഈ അവസാനത്തെ 10 ഇഅ്തികാഫിന്റെ 10 കൂടിയാണ്. അള്ളാഹുവിന് വേണ്ടി എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് ഏകാഗ്രമായി കുറച്ച് സമയം, ഇത്ര കുറഞ്ഞ സമയവും ഇത്ര കൂടിയ സമയവും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. പകലും രാത്രിയുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് രാത്രിയാണ്. പകലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് റമദാനിലെ രാത്രികൾ. അതുകൊണ്ട് ഉറക്കമടിച്ച് വളരെ കുറച്ചുറങ്ങി വളരെ കൂടുതൽ കർമ്മ നിരതരാവാൻ രാത്രിയെ തിരഞ്ഞെടുക്കലാണ് ഏറ്റവും നല്ലത്. എന്നാൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും അല്ലാഹ്ക്കറിയാം. വാഹരീന യദ്രിബൂന ഫിൽ അർളി, ചില ആളുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ചിലർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കഴിയണത് മതി കുറച്ച്, വളരെ കുറഞ്ഞ അളവിലെങ്കിലുമൊക്കെ രാത്രി ഖുർആൻ പാരായണം ചെയ്യാൻ, ഖിയാമുൽ ലൈലോ തറാവീഹോ തഹജ്ജുദോ ഒക്കെ തന്നെയാണ് വ്യത്യസ്ത സമയങ്ങളിൽ ഒരു പ്രത്യേക സ്വഭാവത്തിൽ നിർവഹിക്കുന്നതിനുള്ള വ്യത്യസ്ത പേരുകളാണ് ഈ നൽകപ്പെട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും അവസാനത്തെ 10 കുറച്ചുകൂടി കരുത്തോടുകൂടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, റസൂല് വിളിച്ചുണർത്തും, ഇണകളെയൊക്കെ വെള്ളം കുടഞ്ഞ് എണീക്ക്, അരയും തലയൊക്കെ മുറുക്കി കെട്ടി പർവ്വതം കയറാൻ പോകുന്നത് പോലെയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 സ്വീകരിക്കുന്നതിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നത് എന്നാണ്. എനിക്ക് നിങ്ങൾക്കൊക്കെ മിക്കവാറും അതൊരു ഒഴുക്കായിരിക്കും. ഇനിയിപ്പോൾ ഇതുകൊണ്ട് വിട പറയാൻ എങ്ങനെയെങ്കിലുമൊക്കെ കാത്തിരിക്കുകയാണ് നമ്മൾ. കാരണം ഒരു അടച്ചുപൂട്ടപ്പെട്ട രീതിയിൽ ഒരു പ്രത്യേക കളത്തിൽ നമ്മളെ ബന്ധവസാക്കി നിർത്തിയതുപോലെ കുടുങ്ങിക്കിടക്കുകയാണ് ഞാൻ നമ്മളൊക്കെ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അവസാനിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അവസാനത്തിലേക്ക് മുഷിപ്പും മടുപ്പും വിഷമങ്ങളൊക്കെ കുമിഞ്ഞുകൂടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല നെയ്യത്തോടു കൂടി, നല്ല ഇഖ്ലാസോടു കൂടി, വളരെ ഉയർന്ന തയ്യാറെടുപ്പോടു കൂടി റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഞാനും നിങ്ങളും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നാണ് എന്നോട് നിങ്ങളോടും സൂചിപ്പിക്കാനുള്ളത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇനി ഇതുപോലുള്ളൊരു അവസരം അടുത്ത റമദാനിലേക്ക് എനിക്കോ നിങ്ങൾക്കോ ആയുസ്സുണ്ടെങ്കിൽ മാത്രമാണ് ഈ ദിവസവും ഈ സമയവും ഈ കാലമൊക്കെ എൻ്റെയും നിങ്ങളുടെയും മുമ്പിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളത്. റമദാനാണോ വരിക, അതല്ല നമ്മളാണോ പോവുക എന്നുള്ളത്. റമദാൻ എന്താണെങ്കിലും വരും. റമദാൻ വട്ടം കറങ്ങി നമ്മളെ സമീപിക്കും. പക്ഷെ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട് ഒഴിഞ്ഞ കസേരകളുണ്ട്, ഒഴിഞ്ഞ കട്ടിലുകളുണ്ട്, ഒഴിഞ്ഞ റൂമുകളുണ്ട്, ഉമ്മയിരുന്നിരുന്ന റൂം, നമ്മുടെ മക്കളും ഭാര്യമാരും ഒക്കെ ചെലവഴിച്ചിരുന്ന ഈ റൂമുകൾ ഒക്കെ ഉണ്ടല്ലോ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത്. കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഉള്ളിൽ തന്നെ പലരും അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇവിടെ വരേണ്ട ആളുകൾ പോയിട്ടുണ്ട്. നമ്മുടെ ഹൈദർ സാഹിബ് അടക്കമുള്ള ആളുകൾക്ക് അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു വർഷത്തിന്റെ ഉള്ളിൽ ആരൊക്കെയാണ് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുക എന്നുള്ളത് അവന് മാത്രം തീരുമാനിച്ചിട്ടുള്ള, അവന്റെ മാത്രം അറിവിലെ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ലാഘവത്വത്തോടെ കാണാതിരിക്കുക, അലസമായിട്ട് സമീപിക്കാതിരിക്കുക, വളരെ ഗൗരവത്തോടു കൂടി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ശരീരത്തിനെയും സമ്പത്തിനെയും ആയുസ്സിനെയും ശരീരത്തെയും വളരെ കുറഞ്ഞ അളവിലെങ്കിലും കരുണാവരിതിയായ അള്ളാഹുവിന്റെ മുമ്പിൽ ഒഴിഞ്ഞു വെക്കാൻ അവന് വേണ്ടി മാത്രം. അറബിയിൽ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ സന്യാസം ഇരിക്കുകയാണ്. വേറെ ഒരു പ്രശ്നങ്ങളിലും ശ്രദ്ധയില്ലാതെ, നാട്ടുവർത്തമാനങ്ങൾ പറയുന്നത്, വെറുതെ കിടന്നിട്ട് കലവില പിരമ്പരുത്, ഓടിക്കളിക്കരുത്, വളരെ നിശബ്ദമായിരുന്നിട്ട് ഒന്നുകിൽ ഖുർആൻ, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ തസ്ബീഹുകൾ, അല്ലെങ്കിൽ ആത്മീയമായിട്ട് സ്വന്തം ഇരുന്നിട്ട് മനനം ചെയ്യൽ, ആലോചിക്കൽ, അല്ലെങ്കിൽ ശാന്തമായിട്ട് കടന്നുറങ്ങൽ, ഇങ്ങനെ ആ മറ്റെല്ലാ സംഗതികളും മാറ്റിവെച്ചിട്ട് കുറച്ചു നേരം അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുക. സുന്നത്താണ്, ഫർളൊന്നുമില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തരമായ പ്രതിഫലം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. റമദാനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റമദാൻ നനക്കലാണ്, ഹൃദയത്തെ നനക്കലാണ്. ഖുർആൻ കൊണ്ടാണ് നനക്കേണ്ടത്, തഖ്വ കൊണ്ടാണ് നനക്കേണ്ടത്, ഇസ്തിഗ്ഫാറും തൗബയും കൊണ്ടാണ് നടക്കേണ്ടത്, ദുആകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടുമാണ് നടക്കേണ്ടത്. പ്രാർത്ഥനകളിൽ മാത്രം അഭയം പ്രാപിക്കേണ്ട സമയങ്ങളിലേക്ക് അതിഗുരുതരമായി നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തുടനീളമുള്ള ലോക മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള യുദ്ധമാണ് ഗസയിൽ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വിവരമുള്ളവരൊക്കെ ദീർഘവീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഗസയോടുള്ള പോരാട്ടമല്ല, ഖുർആനിനോടുള്ള പോരാട്ടമാണ്, പ്രവാചകന്മാരോടുള്ള പോരാട്ടമാണ്, അള്ളാഹുവിനോടുള്ള സമരമാണ്, മനുഷ്യർക്കെതിരെയുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെതിരെ നടക്കുന്ന ഏതൊരു പോരാട്ടവും മനുഷ്യനെതിരെ നടക്കുന്ന കയ്യേറ്റങ്ങളാണ് ലോകത്തുടനീളം. ആ ചെറിയ ലബനാനും അപ്പുറത്തുള്ള യമനും അപ്പുറത്തുള്ള സിറിയയും ഇറാഖിന്റെ അതിർത്തികളും
ഫലസ്തീനും ഗസയും ഒക്കെ ടാർഗറ്റ് ചെയ്ത് ലോകത്തിലെ തമ്മാടിക്കൂട്ടങ്ങൾ, അതിക്രമകാരികൾ, ഒരു നന്മയും മനുഷ്യന് വേണ്ടി ചെയ്തിട്ടില്ലാത്ത എന്തോ നിലമിഞ്ഞാതൊക്കെ ഞങ്ങൾ അമ്പരപ്പിക്കില്ലേ നമുക്ക്. നാസിസവും ഫാസിസവും കേട്ട് നടക്കുന്നവൻ അവന്റെ വണ്ടി മറ്റോലെ കയറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സംഭവിക്കാൻ അവിടെ? അവരുടെ വാഹനം ഇറങ്ങിയതുകൊണ്ട്, കടലിൽ ഇറക്കിയതുകൊണ്ട് ലോകത്തിലെ 800 കോടി മനുഷ്യർക്ക് എന്ത് നന്മയാണ് ലഭിക്കാൻ പോകുന്നത്? മീഡിയകൾ നമ്മളെ കുരങ്ങ് കളിപ്പിക്കുകയാണ്. നാസയും CIA-യും അമേരിക്കയും മൊസാദും ഒക്കെ കൂടിയിട്ട് വളരെ വളരെ അപകടകരമായ വിഷയങ്ങളെ സമർത്ഥമായി വഴിതിരിച്ചു വിട്ട് അവരിറങ്ങിയിരിക്കുന്നു. അത് ആഘോഷിക്കുക. ചാനലുകളും മീഡിയകളും ഒക്കെ പണ്ട് ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് വല്ല ഗുണം കിട്ടിയിട്ടുണ്ടോ? നീലാംസ്ട്രോങ് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? ഇവര് പോയി ഇനി അവിടെ നിന്ന് തിരിച്ചു വന്നു. പൊറാട്ട് നാടകമായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കണം. കാരണം അതിന് മാധ്യമ കവറേജ് കിട്ടാൻ ഇലോൺ മസ്ക് ഹാമാനെ പോലെ ആകാശത്തേക്ക് അധികാരപരിധി നീട്ടാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഫിറഔൻ പറയുന്നുണ്ട് ഹാമാനോട്, ട്രംപ് പറയുന്നുണ്ട്. ട്രംപും അതുപോലെ തന്നെ ഇലോൺ മസ്കും കൂടി ഒക്കെ രാഷ്ട്രീയമാണ് നിങ്ങൾക്ക് തോന്നും, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമൊന്നുമില്ല. ആകാശത്തെ പോലും ആകാശത്തെ പോലെ കയ്യിലൊതുങ്ങുന്നൊന്നുമല്ല. ചന്ദ്രനും നക്ഷത്രങ്ങളും ചൊവ്വയെയും ബുധനെയും ഒക്കെ കീഴ്പ്പെടുത്തി അധികാരത്തിന്റെ അകത്തളങ്ങളിൽ എല്ലാം കൊണ്ട് മുന്നോട്ട് പോകാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുക. കോടികൾ, ട്രില്യണുകളും മില്യണുകളും ഒക്കെ ഒടുക്കി പട്ടിണിയും ദാരിദ്ര്യവും പരിവട്ടങ്ങളും ഒക്കെ ആയിട്ട് ലോകത്തിലെ നല്ലൊരു ശതമാനം ജനത അതിഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ശൂന്യാകാശ ഗവേഷണം എന്ന് പറയുന്ന ക്യാപിറ്റലിസത്തിന്റെയും ഇമ്പീരിയലിസത്തിന്റെയും സയനിസത്തിന്റെയും മനുഷ്യനെ വലയം ചെയ്യാൻ വേണ്ടി വളരെ അപകടകരമായ വലകൾ നെയ്തെടുക്കാൻ ആകാശത്തേക്ക് പോകുന്ന എല്ലാ ഉപഗ്രഹങ്ങളുടെയും 90% ശൂന്യാവകാശ ഗവേഷണങ്ങളുടെയും ഉള്ളടക്കം നന്മയല്ല, മൂല്യങ്ങളല്ല, മനുഷ്യർക്ക് വേണ്ടിയുള്ളതല്ല. ക്യാപിറ്റലിസത്തിനും ഇമ്പീരിയലിസത്തിനും സയനിസത്തിനും ഫാസിസത്തിനും മനുഷ്യരെ കുരുക്കിട്ട് പിടിക്കാൻ എങ്ങനെ ഏറ്റവും മുകളിൽ നിന്ന് നിരീക്ഷണം നടത്തി വല നെയ്തെടുക്കാം എന്ന് തീരുമാനിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. കൂടുതൽ നിങ്ങൾ ആലോചിക്കുകയൊക്കെ ചെയ്തോ? ഗസയിൽ നിന്ന് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ മനോഹരമായ വാർത്തകളാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഒരു കരാറും പാലിച്ച ചരിത്രമില്ലാത്തവരാണ് യഹൂദന്മാർ. ഒരു കരാറും പാലിച്ച ചരിത്രമില്ലാത്തവരാണ് യഹൂദന്മാർ. സ്വന്തം സഹോദരനെ കിണറ്റിലിട്ട് തുടങ്ങിയ ഒരു ചരിത്രമുണ്ട് അവർക്ക്. അറിയോ നിങ്ങൾക്ക്? ആ സഹോദരനോട് പോലും അവര് വിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഒരു സഹോദരൻ കട്ടതിന്റെ പേരിൽ കുറ്റമാരോപിക്കപ്പെട്ടവരാണെന്ന് ഞങ്ങൾ. അറിയോ നിങ്ങൾ? ഇസ്രായേൽ കള്ളം പറച്ചിൽ നിർത്തില്ല. ചരിത്രത്തിന് ഒരു ഘട്ടത്തിലും കരാറുകളൊന്നും അവർ പാലിക്കാൻ സന്നദ്ധരല്ല. ഒരു മാനുഷിക വിശുദ്ധിയും അവരുടെ കയ്യിലില്ല. ഈ കാലഘട്ടത്തിലെ താവൂത്ത് അതിക്രമകാരികളാണവർ, ശൈത്താന്മാരാണവർ, മുനാഫിക്കുകളാണവർ, ലോലിമുകളും ഫാസിക്കുകളും ഫാജിറുകളുമാണവർ. മുസ്ലിങ്ങളോട് മാത്രമല്ല, മനുഷ്യലോകത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ലോകത്തെ എല്ലാ യുദ്ധങ്ങളും ഇസ്രായേൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ബലൂചിസ്ഥാൻ ആണെങ്കിലും ശരി, ഔറംഗസീബിന്റെ പ്രശ്നമാണെങ്കിലും ശരി, അപ്പുറത്ത് നടക്കുന്ന അങ്കാറയിലെ തുർക്കിയിലെ നെറ്റ്വർക്ക് പ്രവർത്തനങ്ങളാണെങ്കിലും ശരി, ലോകത്തുടനീളമുള്ള മനുഷ്യനെതിരെ മനുഷ്യനാൽ സംഘടിപ്പിക്കപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും യഹൂദന്റെ ഏജന്റുമാർ, മൊസാദിന് വില പറഞ്ഞ് മൊസാദിനാൽ വിലക്കെടുക്കപ്പെട്ടവർ, ഇസ്രായേലിന് വേണ്ടി ഒറ്റുകൊടുക്കുന്നവർ, വളരെ പ്രഗത്ഭന്മാർ മുതൽ ആദ്യ നിസ്സാരന്മാരായ ക്രമികീടങ്ങളടക്കം അവരുടെ കൂട്ടത്തിലുണ്ട്. മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഇന്ത്യകളെയും കുട്ടികളെ കുടുംബം തകർത്ത് മാതാപിതാക്കളെ തല്ലിച്ചതച്ച് കുട്ടികളെയും കുടുംബങ്ങളെയും ഒക്കെ പേടി സ്വപ്നമാക്കി മാറ്റം നടത്ത് നമ്മളിൽ പെട്ടവന്മാർ വിളിച്ചു പറയുന്നു, മദ്രസയുടെയും പള്ളിയുടെയും തകരാറാണവർ. സംഘപരിവാർ പറയുന്നത് പോലെ, മൊസാദ് പറയുന്നത് പോലെ, അതുപോലെ തന്നെ ഇമ്പീരിയലിസം പറയും, പള്ളി കൊണ്ടെന്ത് കാര്യം, മദ്രസകൾ കൊണ്ടെന്ത് കാര്യം. വിശുദ്ധമായി വിരഞ്ഞിറങ്ങുന്ന മക്കളെ രാക്ഷസന്മാർക്ക് വിട്ടുകൊടുത്ത് ലിബറലിസത്തിന്റെയും എത്തിസത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലൈംഗികതയുടെയും ആഭാസതരങ്ങളുടെയും മീഡിയകളുടെയും സോഷ്യൽ മീഡിയകളുടെയും കുറെ സ്ക്രീനുകളുണ്ടല്ലോ. എല്ലാ സ്ക്രീനുകളും നമ്മളെ കണ്ണുകളടക്കുന്നതാണ്. മൊബൈലിന്റെ സ്ക്രീൻ, കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ, ഹോളിവുഡിന്റെയും ബോളിവുഡിന്റെയും ബോളിവുഡിന്റെയും ഒക്കെ സ്ക്രീനുകൾ എന്റെയും നിങ്ങളുടെയും കണ്ണുകളിലേക്ക് ഭൗതികതയുടെ പ്രസരണം നടത്തി മസ്തിഷ്കത്തിന്റെയും മനസ്സിന്റെയും കരുത്ത് ചോർത്തി കളയാനുള്ള ഉപകരണങ്ങളാണ്. ഇതൊക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ കുട്ടികളെ കുഷിയാക്കിയിട്ട് വിവരം കെട്ടവന്മാരിരുന്നിട്ട് വിളിച്ചു പറയുന്നു, എന്ത് മദ്രസയുടെ പ്രശ്നമാണ്, പള്ളിയുടെ പ്രശ്നമാണ്. ഇങ്ങേ തല മുതൽ അങ്ങേ തല വരെ ഒറ്റുകാരുടെ സംഘങ്ങളുണ്ട്, കൂട്ടിക്കൊടുപ്പുകാരുണ്ട്, അവർക്ക് വേണ്ടി വിലക്കെടുക്കപ്പെട്ട ആളുകളുണ്ട്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ഓടി നടന്നുകൊണ്ടിരിക്കുന്നവർ. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് ഇനി കടന്നു പോകുന്നില്ല. ലോകത്തിലെ എല്ലാ യുദ്ധങ്ങളും, രണ്ടാം ഭീകര യുദ്ധവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒക്കെ യഹൂദന്റെ നിർമ്മിതിയായിരുന്നു. വരാനിരിക്കുന്ന ദജ്ജാലിന്റെ ലോകത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഇസ്രായേലിന് നിലനിൽക്കുന്നതിനുള്ള ന്യായങ്ങൾ കണ്ടെത്താൻ അപകടകരമായ രീതിയിൽ ലോകത്തിന്റെ ഘടനയെ അപകടകരമായി റിമോട്ട് ചെയ്ത് പലതരം പ്രൊജക്ടുകളാൽ മനുഷ്യരെ വലയിൽ കുരുക്കി, കിടിയിൽ കുരുക്കി അവസാനം അവർ വീണ്ടും ഗസയിലെത്തിയിരിക്കുന്നു. ഗസ ഐക്കണാണ്, ഖിബലയാണ്. നിങ്ങൾ ഖിബലയിലേക്ക് തിരിയണമെന്ന് പറഞ്ഞതുപോലെ ലോകത്തെ പഠിക്കാൻ വർത്തമാനകാലം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ
നമുക്ക് സങ്കടം തോന്നും ഈ കാലഘട്ടത്തെക്കുറിച്ച്. ഒരു വാപ്പയില്ലാത്ത കാലമാണിത്. അരുതെന്ന് പറയാൻ മക്കൾ നെറികേട് കാണിക്കുമ്പോൾ, അയൽപക്കത്ത് പോലും പോരാട്ടങ്ങൾ നടക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സൈക്കാരം പിടിക്കുന്ന, അതിന് മറപിടിക്കാൻ നിൽക്കുന്ന കാരണന്മാരൊക്കെ നമ്മുടെ കാലത്തുണ്ടായിരുന്നു, ലോകത്തുടനീളം ഉണ്ടായിരുന്നു. പക്ഷെ വർത്തമാന കാലത്ത് ഒരൊറ്റ ഒരുത്തൻ പോലും ഒന്ന് ഇറങ്ങി വന്ന് അരുതെന്ന് പറയാൻ. ഹുസൈൻ റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നു. 700ഓളം ആളുകൾ, അതിൽ തന്നെ 300-ലധികം കുട്ടികൾ. അൽഹംദുലില്ലാഹ്, ഇബ്രാഹിം നബി കാത്തിരിക്കുന്നുണ്ടോ സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ട്? പാറിപ്പറന്നു വരുന്ന പൈങ്കിളികളെ പോലെ, കൊച്ചുതത്തകളായി, പറവകളായി അള്ളാഹുവിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചു കുട്ടികളെ സ്വീകരിക്കാൻ ആരോ എഴുതിയതുപോലെ മാലാഖമാർ സ്വർഗം മടിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഗസയിൽ നിന്ന് പാറി വരുന്ന കുട്ടികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി. ഗസയിലെ ഉമ്മ പറയുന്നു, ഞങ്ങളുടെ എന്റെ ഇടപോയത് നോമ്പെടുത്തുകൊണ്ടാണ്. നോമ്പിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? നോമ്പിന് അറബിയിൽ സൗം എന്നാണ് പറയുക. സൗം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ പല അർത്ഥങ്ങളുണ്ട് സൗമിന്, പലതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥങ്ങളിലൊന്ന് യുദ്ധത്തിന് വേണ്ടി കുതിരയെ പരിശീലിപ്പിക്കുന്നതിന്, പന്തയത്തിന് വേണ്ടി കുതിരയെ പരിശീലിപ്പിക്കുന്നതിന് അറബിയിൽ സൗം എന്നാണ് പറയുക. നിങ്ങൾക്ക് തറാവി നമസ്കരിക്കാനുള്ള പരിശീലനമല്ല ഇത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കാനുള്ള പരിശീലനമല്ല ഇത്. പോരാട്ടത്തിന്റെ അടർക്കളങ്ങളിലേക്ക് പ്രതിരോധത്തിന്റെയും പ്രത്യാക്രമണത്തിന്റെയും കടന്നാക്രമണത്തിന്റെയും എതിരാളിയുടെ സകല അടവുകളെയും ആഞ്ഞ് പ്രതിരോധിക്കാൻ നോമ്പിനെ കുറിച്ച് റസൂൽ പറഞ്ഞ സിയാമു ജുന്ന, നോമ്പ് പരിചയാണ്. നോമ്പ് പരിചയാണ്. കിടക്കുന്നവന്, കമഴ്ന്നു വീണവന്, നിന്നന്, നിസ്സഹായന്, നഷ്ടപ്പെട്ടവന് നോമ്പ് ആവശ്യമില്ല. നോമ്പ് തടുക്കാനുള്ളതാണ്. നിങ്ങൾ സംഘപരിവാരത്തെ തടുക്കണം, നിങ്ങൾ ക്യാപിറ്റലിസത്തെ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതെങ്കിലും പറഞ്ഞു തീർക്കണ്ടേ ഞാൻ നിങ്ങളൊക്കെ? ആരെയാണ് നമ്മൾ തടുക്കേണ്ടത്? എവിടെയാണ് നമ്മൾ തടുക്കേണ്ടത്? ബദരീങ്ങളുടെ ദിവസം ആടുവരവും ആനവരവും നടത്തി ആഘോഷിക്കാൻ തീരുമാനിച്ച മുസ്ലിം സംഘടന നമ്മൾ പോണ്ട. വൈകാരികമായി അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബെ കിറാം ഖുർആനിൽ സൂചിപ്പിച്ച സൗം കുതിരയെ പടയൊരുക്കത്തിന് സന്നദ്ധമാക്കലാണ്. നിങ്ങൾ പടക്കുതിരകളാവണം, നിങ്ങൾ പോരാളികളാവണം. ഓടാനെങ്കിലും കഴിയുന്ന, അടിച്ചു കൊടുത്ത് ചേർത്തു വീഴ്ത്ത കുതിരക്ക് മയക്കുമരുന്ന് കഴിച്ചവനെ പോലെ ഓടി രക്ഷപ്പെടാൻ പോലും കഴിയില്ല. അവൻ അവിടെ കിടന്നിട്ട് വട്ടം കറങ്ങും. നിങ്ങളുടെ ശരീരത്തിന്റെ മനസ്സിനും മസിലിനും അതിന്റെ അസ്ഥികൂടങ്ങൾക്കും അതിന്റെ അകത്തളങ്ങളിലെ ഓരോന്നിനും അധികരുത്തുള്ള പവർ നൽകി പടക്കളത്തിൽ പിടിച്ചു നിൽക്കാൻ, എതിരാളിയുടെ മുകളിൽ ചവിട്ടിക്കയറാൻ, ആഞ്ഞുവെട്ടാൻ, എല്ലാറ്റിനെയും തടയാൻ നിങ്ങൾക്ക് കരുത്തു പകരുന്നതായിരിക്കണം നോമ്പ്. അതുകൊണ്ട് നോമ്പ് കാർണിവലല്ല. ഇപ്പൊ കാർണിവലാണ്. സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വരുന്ന സൗജന്യങ്ങളുടെ അവരാണ് നമുക്ക് നോമ്പിന്റെ സന്തോഷ വാർത്തകൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നോമ്പിലാണ് ബദർ, യൗമുൽ ഫുർഖാൻ. എന്താണ് ബദറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? കഴിഞ്ഞ ചൊവ്വാഴ്ച ബദറിന്റെ അനുസ്മരണമായിരുന്നു. യൗമുൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും വേർതിരിയുക എന്നാണ് അർത്ഥം. റൂട്ട് വേർതിരിയുക. അബൂലഹബിനെയും അബൂബക്കറിനെയും വേർതിരിക്കുക, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെയും അബൂജഹലിനെയും വേർതിരിക്കുക, മുസ്അബ് ബിൻ ഉമൈറിനെയും അപ്പുറത്ത് നിൽക്കുന്ന സുഫ്വാൻ ബിൻ ഉമയ്യയെയും ഒക്കെ നിങ്ങൾ വേർതിരിക്കുക. ആരാണ് ശരി, എവിടെയാണ് ശരി? യൗമുൽ ഫുർഖാനാണ്. അല്ല, അള്ളാഹു ശപിച്ചതാണ് യഹൂദനെ. ഈ എല്ലാ യഹൂദന്മാരെ കുറിച്ചല്ലോ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സയഡിസം, അമേരിക്ക വിറ്റുകൊണ്ടിരിക്കുന്ന സയഡിസം, അത് മൂസാ നബിയുടെ ദർശനങ്ങളല്ല. എല്ലാവരും ഒരുപോലെ നിങ്ങൾ കരുതണ്ട. അതിനുണ്ട് വിശുദ്ധന്മാർ, സുജൂദിൽ വീഴുന്നവർ, കരയുന്നവർ, വേദഗ്രന്ഥങ്ങളുടെ വാക്കുകൾ കേട്ട് മനം നിറയുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ ബെഞ്ചമിൻ നെതന്യാഹു അതല്ല, ട്രംപ്, ലോകത്തിലെ ഫാസിസവും നാസിസവും ഇലോൺ മസ്കൊന്നും അതല്ല. അവരുടെ ലാഭങ്ങൾക്ക് വേണ്ടി വേദങ്ങളെ കൈപ്പിടിയിലൊതുക്കി അപകടകരമായ നരമേധങ്ങൾക്ക്, അധിനിവേശങ്ങൾക്ക്, മനുഷ്യന്റെ ജീവനിലും അവന്റെ സമ്പത്തിലും കൈവെക്കുന്നതിന് വേണ്ടി കുരുക്കുകൾ നിർമ്മിക്കുന്നവർ, വല നെയ്തെടുത്തുകൊണ്ടിരിക്കുന്നവർ, വലവീശി പിടിച്ചുകൊണ്ടിരിക്കുന്നവർ, അപകടകരമായ സംവിധാനങ്ങളും പ്രൊജക്ടുകളുമായി മനുഷ്യ സമൂഹത്തിന്റെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ടിരിക്കുന്നവർക്കെതിരെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഞാനും നിങ്ങളുമൊക്കെ ഇന്നിപ്പോ ഒരു കുറിപ്പ് കഴിച്ചു. ഞാൻ സിഖുകാർ, ഇന്ത്യയിലെ വളരെ തുച്ഛം വരുന്ന സിഖുകാർ, അറിയോ നിങ്ങൾ, സംഘപരിവാരത്തിന് ഉപ്പിട്ട് വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരിയാനയുടെയും ഡൽഹിയുടെയും യുപിയുടെയും ഒക്കെ അതിർത്തികളിൽ 1 വർഷവും 2 വർഷവും ഒക്കെ കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തി നമ്മളെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതാണ്. ആ പ്രശ്നങ്ങൾ ഉയർത്തി വളരെ നിസ്സാരമായ ആ സംഘപരിവാരത്തിനെതിരെ പടവൊരുതിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇന്ത്യയിലെ സംഘപരിവാരം വളരെ അപകടകരമായ രീതിയിൽ പല കളികളും നടത്തി 10-30 കോടി വരുന്ന മുസ്ലിം സമുദായത്തെ നിശ്ചലമാക്കി, നിസ്സഹായരാക്കി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഗസയ്ക്ക് വേണ്ടി ഒരു മുദ്രാവാക്യം മുടക്കാൻ പോലും സമ്മതിക്കാത്തവണ്ണം ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസമൂഹങ്ങളിൽ ഒന്നായ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ കുരുക്കിട്ട് നിർത്തിയിരിക്കുന്ന ഈ കള്ളങ്ങളുടെ കാലത്ത്, കാപട്യത്തിന്റെ കാലത്ത്, സകലതും വിറ്റഴിക്കുന്ന കാലത്ത് വിശുദ്ധ നോമ്പിനോട് നിങ്ങളോടും ആവശ്യപ്പെടുന്നത് നിസ്വായിമാവുക, പോരാളിയാവുക. പരിശീലനം കിട്ടിയ, കരുത്തുള്ള, ധൈര്യമുള്ള, എന്തിനേയും ഞങ്ങൾ പ്രതിരോധിക്കുന്നു.
ഞങ്ങൾ തടയും. ശഹ്റു സ്വബർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കും. ഞങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്തവണ്ണം ഞങ്ങൾ അടിയുറച്ചു നിൽക്കും. ഞങ്ങളെ നെരിയാണി വെട്ടാൻ, ഞങ്ങളെ പിടലി വെട്ടാൻ, ഞങ്ങളെ ഉന്മൂലനം, ഞങ്ങളെ ജീവിച്ചിരിക്കാൻ, ഞങ്ങളെ നിസ്സഹായരാക്കാൻ നിങ്ങളെ സമ്മതിക്കില്ല. ബദറിന്റെ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന് വേണ്ടി വിളിക്കുന്നുണ്ട്. മുഹാജിറുകളെ അൻസാറുകളെയൊക്കെ യോഗം കൂടുന്നുണ്ട്. മുഹാജിറുകളിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹും അവരൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണെങ്കിലും ഖുറൈശികളെ നമ്മൾ നേരിടും. നമ്മുടേതാണവർ, നമ്മൾ തന്നെയാണവർ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരാണവർ, നമ്മൾ അവരെ വേർതിരിക്കും, നമ്മൾ അവരോട് പടവരുതും. അള്ളാഹുവിന്റെ റസൂലെ, മുഹാജിറുകളായ ഞങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നുണ്ട്, റസൂലെ, ഇത് തീർക്കാനുള്ള അവസരമാണ്, നമ്മൾ അവരെ തോൽപ്പിക്കും. ഖുറൈശികൾ ഇനി ഈ ഹുങ്കുമായി ഇവിടെ പ്രത്യക്ഷപ്പെടാൻ പാടില്ല. എല്ലാ പിൻബലങ്ങളും ഇപ്പൊ റസൂല് മദീനക്കാരെ നോക്കുന്നുണ്ട്, അവരും ഉണ്ടാതെങ്ങനെ ഇരിക്കുകയാണ്. അൻസാറുകൾ, അതിൽ നിന്ന് സഅദ് ഇബ്നു മുആദ് ഒരു പ്രത്യേക ചരിത്രമാണ്. സയനിസത്തെ വെള്ളം കുടിപ്പിച്ചിട്ടുള്ള, ഇസ്രായേലിനെ ഉറക്കുകെടുത്തിയിട്ടുള്ള, മദീനയിലെ യഹൂദന്മാരുടെ പേടി സ്വപ്നമായി മാറിയിട്ടുള്ള അതികരുത്തുള്ള വ്യക്തിത്വമായിരുന്നു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. 37 32 വയസ്സിലാണ്, 5 കൊല്ലാണ് ഇസ്ലാമായിട്ട് സഅദ് ഇബ്നു മുആദ് ജീവിച്ചത്. 5 കൊല്ലം മാത്രം, അറിയോ നിങ്ങൾ? പക്ഷെ 5 കൊല്ലം കൊണ്ട് അള്ളാഹുവിന്റെ അർശ് പോലും കുലുങ്ങുമാർ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട്, രക്തസാക്ഷിത്വത്തിന്റെ വീര്യം കൊണ്ട്, മദീനയിലെ പടപൊരുതാനുള്ള ചങ്കൂറ്റത്തിന്റെ ദാർഢ്യം കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് എല്ലാം കൊടുത്ത് അദ്ദേഹം മരിക്കുന്നത് പോലും അഹ്സാബ് യുദ്ധം, ഖന്തഖ് യുദ്ധമുണ്ട്, സഖ്യകക്ഷി സേന, അവിടെ വെച്ചിട്ടൊരു കരാറൊക്കെ നടക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദന്മാര്, മുശ്രിക്കുകള്, ഖുറൈശികള്, പല പല ബഹുവിധ ഗോത്രങ്ങള് ഒക്കെ കൂടി സഖ്യകക്ഷിയായി മദീനയെ വളഞ്ഞിരിക്കുകയാണ്. റസൂൽ മാനസികമായി സംഘർഷങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇതൊരു തുരുത്താണ്. ഈ തുരുത്തിനെ വളഞ്ഞു പിടിക്കാൻ ഇവരെത്തിയിരിക്കുന്നു. അതിനെ ദുർബലപ്പെടുത്താൻ എന്തുണ്ട് വഴി? പല ആലോചനകളിൽ നിന്ന് അവസാനം അതിലെ പ്രഗത്ഭമായ ഒരു ഗോത്രമുണ്ട്, ഗത്ഫാൻ. അവരോടൊരു കരാറുണ്ടാക്കുക, എന്നിട്ട് മദീനയുടെ സ്വത്ത് അവർക്ക് കൊടുക്കാം, പകുതി അവർക്ക് കൊടുക്കാം, വിളവിന്റെ പകുതിയും പണത്തിന്റെ പകുതിയും. ഒരു കൊല്ലത്തിൽ ഗത്ഫാൻകാരെ, നിങ്ങൾ ഖുറൈശികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും പിരിഞ്ഞു പോകുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള സന്ധിക്കുള്ള വിലയായി, നിങ്ങൾ പിരിഞ്ഞു പോകുന്നതിനുള്ള വിലയായി ഏതാനും വർഷങ്ങൾ ഞങ്ങളുടെ സമ്പത്തിന്റെ പകുതിയും മദീനയുടെ വിളവെടുപ്പിന്റെ പകുതിയും നിങ്ങൾക്ക് തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതിന് ശേഷം റസൂൽ ആലോചിച്ചു, ഞാൻ മാത്രം ആലോചിച്ചിട്ട് എടുത്ത തീരുമാനമുള്ളൂ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നുണ്ട്. അഹ്സാബ് യുദ്ധത്തിൽ അദ്ദേഹം അമ്പേറ്റ് മദീന പള്ളിയിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിനെ കിടത്തിയിട്ടുണ്ട്. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. സഅദിനോട് ചോദിച്ചു, സഅദേ, ഇങ്ങനെ ഒരു കരാർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഖസ്റജുകാരുടെ തലവനാണ് അദ്ദേഹം, അവരിലെ തലയെടുപ്പുള്ള നേതാവാണ് അദ്ദേഹം. എന്താണ് സഅദിന് പറയാനുള്ളത്? ഗത്ഫാൻകാർക്ക് നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ റസൂലേ, ഇത് നിങ്ങളെടുത്ത തീരുമാനമാണോ അതല്ല അള്ളാന്റെ തീരുമാനമാണോ? അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ മാറ്റാൻ പറ്റില്ല. നിങ്ങളെടുത്ത തീരുമാനമാണെങ്കിൽ അത് നമുക്ക് പഴുതുണ്ടല്ലോ റസൂലേ, നിങ്ങളെടുത്തതാണ്, എന്റെ തീരുമാനമാണ്. എന്തിനാണ് റസൂലെ നിങ്ങൾ ഈ തീരുമാനം എടുത്തത്? മദീനയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, നമ്മൾക്ക് നിലനിൽക്കാൻ വേണ്ടി, നമ്മൾക്ക് സമാധാനം ലഭിക്കാൻ വേണ്ടി, ഇവരൊന്ന് പിരിഞ്ഞു പോകാൻ വേണ്ടി. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ കെട്ട കാലത്ത്, ഞങ്ങൾ ഇതിനേക്കാൾ വഷളന്മാരായി ജീവിച്ച കാലത്ത് ഖത്ഫാൻകാർക്ക് ഒരു ഈത്തപ്പന കുരുപോലും മദീന ഫിദിയായിട്ട് കൊടുത്തിട്ടില്ല. ഞങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ കെട്ടകാലത്ത് പോലും ഇല്ലാത്ത ഞങ്ങളുടെ അഭിമാനവും അന്തസ്സും പണയം വെച്ചു. വാളാണ് റസൂലെ മറുപടി, യുദ്ധമാണ് റസൂലെ മറുപടി. ആ സാധുവാദ തന്നെയാണ് ബദറിന്റെ സന്ദർഭത്തിലും എഴുതിയിട്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്കറിയാം നിങ്ങൾ ഞങ്ങളെയാണ് നോക്കണമെന്നുള്ളത്. റസൂലെ, നിങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ? ഇതൊക്കെ നിങ്ങളോടുള്ള ചോദ്യം തന്നെയാണോ? നമുക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? റസൂലിൽ വിശ്വാസമുണ്ടോ? ഇത് ശരിയും, ഇതാണ് ഹക്ക്, ഇതാണ് വഴി, ഇതല്ലാത്ത ഒരു വഴിയില്ല. ഇതൊക്കെ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ ബദറിലേക്ക് എങ്ങനെയാണ് പോകുന്നത് ഞങ്ങൾക്കറിയില്ല. പക്ഷേ റസൂൽ നയിച്ചു. ഞങ്ങൾ കരാറ് ചെയ്തവരാണ്. ഞങ്ങളുടെ കണ്ണ് ചുമ്മി തുറക്കുമെങ്കിൽ അള്ളാന്റെ റസൂലെ, ഞങ്ങൾക്ക് വല്ലതും പറ്റിയിട്ട് നിങ്ങൾക്ക് പറ്റുള്ളൂ. എവിടേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് റസൂലെ, നിങ്ങൾ എടുത്തോ. നിങ്ങൾ എടുത്തതിലാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ബാക്കി വെച്ചതിനേക്കാൾ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്നതിലാണ് ഞങ്ങൾക്ക് താല്പര്യമുള്ളത്, ഞങ്ങൾക്ക് ബാക്കി വെച്ച് തരുന്നതിനേക്കാൾ. അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ റെഡിയാണ്. ബദറിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഷുഹദിലാണ്, ഖന്തഖിലാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലാഹുവിന്റെ റസൂല് മദീന പള്ളിയിലേക്ക് കൊണ്ടുവന്ന് റസൂലിന്റെ മടിയിലേക്ക് സഅദിനെ കിടത്തുന്നുണ്ട്. സഅദിന്റെ തല റസൂലിന്റെ മടിയിലാണ്. അസ്സലാമു അലൈക യാ നബി അല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്ക്
സലാം എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖം കണ്ട് മാലാഖമാരാൽ 80,000-ലധികം മലക്കുകളാൽ വലയം ചെയ്യപ്പെട്ട് സഅദ് ഇബ്നു മുആദിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര അയക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ ഭാഗം എന്താണ്? പോരാട്ടമാണ്, നോമ്പ് സമരമാണ്, സുഹൃതല്ല. അങ്ങനെ കണ്ടൊരു ഇസ്ലാം, സാധു ഇസ്ലാം. അറിയാം നിങ്ങള്, ഗാൻഗാഹുകളിലെ ഇസ്ലാം, അരമനകളിലെ ഇസ്ലാം, സമാധാനത്തിന്റെ ഇസ്ലാം, സൂഫി ഇസ്ലാം. അജിൽ ഡോവർ മുതൽ നമ്മുടെ തെരുവ് പ്രസംഗന്മാരടക്കം സൂഫി ഇസ്ലാമിനെ കുറിച്ച്, അള്ളാന്റെ ഇസ്ലാമിനെ കുറിച്ചല്ല, റസൂലിന്റെ ഇസ്ലാമിനെ കുറിച്ചല്ല, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഇസ്ലാമിനെ കുറിച്ചല്ല, അലി ഇബ്നു അബീ ത്വാലിബിന്റെ ഇസ്ലാമിനെ കുറിച്ചല്ല, ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ ഇസ്ലാമിനെ കുറിച്ചല്ല, സഅദ് ഇബ്നു മുആദിന്റെ ഇസ്ലാമിനെ കുറിച്ചല്ല. മയങ്ങുന്ന, മറക്കുന്ന, ഉറങ്ങിപ്പോകുന്ന ഒരു ഇസ്ലാമിനെ, സുഹൃതിന്റെയും അതുപോലെ സുഹൃത വിരക്തിയാണ്. നമ്മൾ ക്യാപിറ്റലിസ്റ്റുകളല്ല, നമ്മൾ ഇന്റീരിയർ, അതിലാണ് നമുക്ക് വിരക്തി. സമ്പത്തിന്റെ മുകളിൽ കൂന കൂട്ടി കിടക്കാൻ ആഗ്രഹിക്കുന്ന ആർത്തിപ്പണ്ടാരങ്ങളല്ല നമ്മൾ. മനുഷ്യരുടെ സമ്പത്ത് കൊള്ളയടി, അവിടെയാണ് സുഹൃത്. നമ്മൾ വിരക്തിയുള്ളവരാണ്. നമ്മൾ വിരക്തി ആ പെണ്ണിന്റെ ശരീരവും അവളുടെ ചാരിത്രവും കാണുമ്പോഴേക്കും കവർന്നെടുത്ത് നാശി കുശിയാക്കി വലിച്ചെറിയുന്നതിന് പകരം പെണ്ണിനെ ഉമ്മയായി, മകളായി, ഇണയായി, സഹോദരിയായി കണ്ട്, അതൊക്കെയാണ് വിരക്തി, അതൊക്കെയാണ് സുഹൃത്, അതൊക്കെയാണ്. എന്നിട്ട് സൂഫി ഇസ്ലാമിന്റെ പ്രബോധകന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു ഇസ്ലാം ഇല്ല. സഅദിന്റെ ഇസ്ലാമാണുള്ളത്, അബൂബക്കറിന്റെ ഇസ്ലാമാണുള്ളത്, അബൂ ഉമറിന്റെ ഇസ്ലാമാണ് ഉള്ളത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അല്ല. യേശുവിന്റെ ഈസാ നബിയുടെ ഇസ്ലാം, മൂസാ നബിയുടെ ഇസ്ലാം, ഇബ്രാഹിം നബിയുടെ ഇസ്ലാം, ചരിത്രത്തിലെ എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ഇസ്ലാം, അതിനുവേണ്ടിയാണ് ഞങ്ങൾ, അതിന്റെ പോരാളികളാണ് ഞങ്ങൾ. നോമ്പ് ആ അർത്ഥത്തിലേക്ക് എന്നെയും നിങ്ങളെയൊക്കെ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ്. നമ്മുടെ സാഹിദകളായി, നമ്മൾ സൂഫികളായി, നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി, തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ നടത്തി അങ്ങനെ വിശുദ്ധന്മാരുടെ കുപ്പായം എടുത്ത് അണിഞ്ഞിരിക്കാൻ തയ്യാറാകുന്ന നോമ്പല്ല ബദറും ഉഹദ്. പെരുന്നാളിന്റെ 5-ാം ദിവസമാണ്. പിറ്റേ വർഷം ശവ്വാലിൽ നോമ്പ് പെരുന്നാൾ കഴിഞ്ഞ് 5-ാമത്തെ ദിവസമാണ് ഉഹദിലേക്ക് അവർ പുറപ്പെടുന്നത്. ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട 70ഓളം ആളുകളെ ഗസ നൽകിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും അതിന്റെ കുട്ടികളെ, അതിന്റെ സ്ത്രീകളെ ഉമ്മമാർ പറയുന്നു, ഞങ്ങൾ നോമ്പെടുത്തുകൊണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബ, ഇന്നല്ലാഹു ഇശ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും ഇന്നല്ലാഹു ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു നിങ്ങളോട് കച്ചവടം ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ ശരീരവും സമ്പത്തും നിങ്ങളിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു. ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗ്ഗത്തിന് പകരമായി, സ്വർഗ്ഗത്തിന് പകരമായി. അല്ലാഹു തന്നതാണ് മുഴുവൻ ആണല്ലോ. ഒരു തലമുടി പോലും, ഒരു നഖമന പോലും, ഒരു രുചിമുകുളം പോലും, ശരീരത്തിലെ ഒരു DNA പോലും ഇവിടത്തെ ഒരുത്തരും തന്നതല്ല. ഒരുത്തരും എന്നുള്ളതിൽ ധാരാളം അർത്ഥങ്ങളുണ്ട്. ആധുനിക കാലത്തെ മനുഷ്യന്റെ മുകളിൽ അധികാരം ചുമത്തുന്ന അധികാര ഘടനയുടെ പവറുള്ള ഒരാളും തന്നതല്ല. ഒരു തലമുടി പോലും കരുണാവാരിധി അള്ളാഹുവിന്റെ വരദാനമാണ്, അവന്റെ കാരുണ്യമാണ്, അവന്റെ സമ്മാനമാണ്. അള്ളാഹുവിന്റെതാണ് നമ്മൾ മുഴുവൻ. വലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് ഫലില്ലാഹിൽ ഹംദു റബ്ബിസ് സമാവാതി വറബ്ബിൽ അർദി വറബ്ബിൽ ആലമീൻ വലഹുൽ കിബ്രിയാഉ ഫിസ് സമാവാതി വൽ അർദ്. ഔന്നിത്യം അത് ട്രംപിനുള്ളതല്ല, നെതന്യാഹുവിനുള്ളതല്ല, അതിന്റെ മുമ്പിൽ വീട് കിടക്കുന്ന മാധ്യമ കേസരികൾക്കും പ്രചാരകന്മാർക്കും ഉള്ളതല്ല. അള്ളാഹുവാണ് അത്യുന്നതൻ. അവന്റെതാണ് ഈ മഹാപ്രപഞ്ചം മുഴുവൻ. ആകാശവും ഭൂമിയും ഒക്കെ അവന്റെതാണ്. ഞാൻ നിങ്ങളൊക്കെ അവന്റെ കീഴിലാണ്. ആ അള്ളങ്ങട്ട് എന്നോടും പറയണം, നിങ്ങളെ ഞാൻ കച്ചവടം ചെയ്തിരിക്കുന്നു, നിങ്ങളെ ഞാൻ കച്ചവടം ചെയ്തിരിക്കുന്നു. എന്നിട്ട് പറയണം, എന്താ നിങ്ങള് എന്താ കച്ചവടത്തിന്റെ അടിസ്ഥാനം? നിങ്ങൾ സൂഫികളാവും, നിങ്ങള് വിരക്തിയുള്ളവരായിട്ട് മാറും, നിങ്ങള് ശാന്ത സ്വരൂപികളും ഈരുക്കളും എല്ലാം സഹിക്കുന്നവരുമായിട്ട് മാറുന്നല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടും നിങ്ങൾ. അവർ വധിക്കപ്പെടുകയും അവർ വധിക്കുകയും ചെയ്യും, അവർ വധിക്കപ്പെടുകയും അവർ വധിക്കുകയും ചെയ്യും. ഗസയിലെ സഹോദരങ്ങൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. അവർ വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവർ വധിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഘത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅദൻ അലൈഹി ഹഖൻ ഫിൽ തൗറാത്തി വൽ ഇൻജീൽ വൽ ഖുർആൻ. ഈ ശരീരവും സമ്പത്തും കച്ചവടം ചെയ്യുന്നതിന് അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു, ഹക്കായി വെച്ചിരിക്കുന്നു. തൗറാത്തിലും ഇൻജീലിലും ഖുർആനിലും അള്ളാഹുവിനേക്കാൾ കരാർ പൂർത്തീകരിക്കുന്നവർ ആരാണുള്ളത്? ഈ കച്ചവടത്തിൽ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ഗസയ്ക്ക്, ഫലസ്തീന്, മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ സംഘങ്ങൾക്കെതിരെ അതിമനോഹരമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകുന്ന സംഘത്തിന് അവരുടെ കച്ചവടത്തിൽ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. അതത്രേ മഹത്തരമായ വിജയം, അതത്രേ മഹത്തരമായ വിജയം. കണ്ടു നിൽക്കലല്ല, നോക്കി നിൽക്കലല്ല, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യലല്ല,
കൂടി അയലിൽ കയറിയതുപോലെ ആടിക്കളിക്കലല്ല. ധൈര്യമുള്ള സ്ഥൈര്യമുള്ള നിലപാടുകളും നടപടികളുമായി വർത്തമാനകാലത്തിന്റെ അബൂജഹലമാരെ, അബൂലഹബുമാരെ, അബൂസുഫിയാൻമാരെ, ഉത്തുബമാരെ, ശൈബമാരെ, റബിയാമാരെ, വലീദ് ഇബ്നു മുഗീറമാരെ ഇരുത്തേണ്ടിരുത്താൻ വിശുദ്ധ റമദാൻ അവിടേക്കാണ് ആടിനേറ്റ് ആനേറ്റ് ഈ സമുദായം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കരുണാവാരിധി അല്ലാഹു വളരെ മനോഹരമായി നോമ്പ് പോരാട്ടമാണെങ്കിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും തിന്മകൾക്കെതിരെ പോരാടാൻ കരുത്തുള്ളവരായി എന്നെയും നിങ്ങളെയും മാറ്റുന്നതിൽ, നമ്മുടെ നോമ്പിനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ അള്ളാഹുവിനെ നിങ്ങൾ പ്രത്യേകമായി സൂക്ഷിക്കണം എന്ന് എന്റെയും നിങ്ങളെയും ഞാൻ ഉണർത്തുന്നു. കരുണാവാരിധി അള്ളാഹു വിശുദ്ധിയുള്ള, ധൈര്യമുള്ള, പോരാട്ട വീര്യമുള്ള, എന്തിനേയും നേരിടാൻ കരുത്തു നൽകുന്ന നോമ്പുകാരായി എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ റമദാൻ അതിൻ്റെ ഏറ്റവും അവസാനത്തെ പരിസമാപ്തിയിലാണ് നമ്മളുള്ളത്. പ്രാർത്ഥനകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കാനുള്ള ഏറ്റവും നല്ല സമയമായി ഇതിനെ ഉപയോഗിക്കുന്നതിൽ ഞാനും നിങ്ങളുമൊക്കെ പ്രത്യേകമായി അള്ളാഹുവിൻ്റെ തന്നെ കൽപ്പനകളെ സൂക്ഷിക്കണമെന്ന് വളരെ ഗൗരവത്തോടെ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. നമ്മുടെ പള്ളി ഇത് ശ്രദ്ധേയമായ പള്ളികളിൽ നിന്നാണ്. ഈ പെരുമ്പലാവിൽ കുറച്ച് മുമ്പ് വളരെ ശ്രദ്ധേയമായ പള്ളിയായിരുന്നു ഈ പള്ളി എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ ഈ പള്ളിയാണ് ഉണ്ടായിരുന്നത്. ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ സ്വീകരിക്കുന്ന, ഏത് വിഭാഗക്കാർക്കും കയറി വരാനൊക്കെ പറ്റുന്ന ഒരു എന്താ പറയാ ജനകീയ പള്ളി, മനോഹരമായൊരു പള്ളി. ഇപ്പൊ ഒരുവിധം പള്ളികളൊക്കെ അങ്ങനെയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പള്ളികളൊക്കെ വിശാലമായി കൊണ്ടിരിക്കുന്നു. ആ ടാർപോളിനിട്ട് മൂടി രക്ഷപ്പെടേണ്ട ഗതികേടിലേക്കല്ല, തുറന്നു വെക്കാൻ പറ്റുന്ന പള്ളികളായി കേരളത്തിലെ പള്ളികളൊക്കെ പലതും മാറിക്കഴിഞ്ഞിട്ടുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം മാറ്റത്തിൽ നിർണായകമായ പങ്കുവഹിച്ച പള്ളികളിലൊന്നാണ് യഥാർത്ഥത്തിൽ ഈ പെരുമ്പിലാവ് മസ്ജിദ് റഹ്മ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം നമ്മുടെ മുമ്പിൽ പലരും പോയി കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, മത്സരിക്കട്ടെ ആളുകൾ. നന്മകളിൽ മത്സരിക്കുന്നതിൽ നമുക്ക് സന്തോഷമാണ്, സമ്പത്ത് കൊണ്ടും അറിവ് കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും ഒക്കെ. ഇപ്പം നമ്മുടെ പള്ളി ഒരു ആവറേജ് പള്ളിയാണ്. ഇതിനെ കുറച്ചും കൂടി കൃത്യതയും വൃത്തിയും സാങ്കേതികമായി സൗകര്യമുള്ളതും അതുപോലെ തന്നെ ആളുകൾക്ക് ഇഷ്ടം തോന്നുന്നതുമായ രീതിയിൽ ഇതിനെ നമ്മളൊന്നും കൂടി പുനരുദ്ധരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് കമ്മിറ്റി അതിന്റെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. 1000 കൊണ്ടും 500 കൊണ്ടൊന്നും സംഗതി നടക്കൂല. നിങ്ങൾ നന്നായിട്ട് കൊടുക്കുക. നിങ്ങളെ കയ്യിലുള്ളതൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് അതിന്റെ ആളുകൾ നിങ്ങളെ സമീപിക്കും. എന്താണോ നിങ്ങൾക്ക്, നിങ്ങളെ പെണ്ണുങ്ങളോടൊക്കെ പറയും, ഇപ്പം മോതിരൊക്കെ ഒരു ചെറിയ 2 ഗ്രാം മോതിരം കിട്ടിയാൽ മതി, ഭയങ്കര വിലയാണ്. 2 ഗ്രാം മോതിരങ്ങളെ പെണ്ണിൻ്റെതൊന്ന് ഊരിയിട്ട് നിങ്ങൾ ഈ പള്ളിക്ക് വഖഫായിട്ട് കൊടുക്കുക. ഇതിന്റെ സംവിധാനങ്ങളെയൊക്കെ ഒന്ന് ശരിപ്പെടുത്താൻ, ഇതിനെ ഒന്ന് കൂടുതൽ മനോഹരമാക്കാൻ, കുറച്ചും കൂടി വിശാലതയുള്ളതാക്കാൻ ഇൻഷാ അല്ലാഹ് കമ്മിറ്റി അതിന്റെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 500 കഴിയുന്നത് കൊടുക്കും നിങ്ങൾ. പക്ഷെ ഒരു 500ന്റെ 1000ത്തിന് ഗിസൽ അവനാണ് കഴിയുന്നതാണ് കൊടുക്കേണ്ടത്. 1000 പ്രത്തിന് പ്രയാസപ്പെടുന്നവൻ 1000 വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കൊടുക്കേണ്ടെന്നുള്ള അർത്ഥത്തിലെല്ലാം പറഞ്ഞത്. പക്ഷേ നല്ല പണം ആവശ്യമുണ്ട്. കാരണം പുരോഗതിയുള്ള കാലമായതുകൊണ്ട് എല്ലാത്തിനും വില കൂടുതലാണ്. നന്നായിട്ട് പൈസ കൊടുത്താലേ സാധനം കിട്ടുള്ളൂ. അതുകൊണ്ട് കാശ് വേണം. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഈ റമദാനിന്റെ സമയത്ത് തന്നെ ഒരു സംഖ്യ പിന്നീട് കൊടുത്താൽ മതി. നെയ്യത്ത് വെക്ക്. ഈ അവസാനത്തെ 10 ഇടയിൽ ഒരു നെയ്യത്ത് വെച്ചിട്ട് ഈ പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇത്ര സംഖ്യ അല്ലെങ്കിൽ ഇന്ന സാധനം ഞാൻ നീക്കി വെക്കും, ഞാൻ കൊടുക്കും എന്ന് തീരുമാനിച്ച് പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരുണ്ട്. ഇവിടെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരിമാരുണ്ട്, ഉമ്മമാരും പെങ്ങമാരും സഹോദരിമാരും ഒക്കെ. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ മക്കളുടെ കയ്യിലും നിങ്ങളുടെ കയ്യിലും മരുമക്കളുടെ കയ്യിലും ഒക്കെ നന്നായിട്ട് സ്വത്തും മുതലും ആഭരണങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം കൂടി വേണ്ട, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ മകൾക്കുള്ളത്, നിങ്ങളുടെ മരുമകൾക്കുള്ളത് എന്തെങ്കിലുമൊക്കെ ഒരു കൊടുത്തിട്ട് പല അടുത്തും വലത്തും മുന്നിലും താഴെ മേലെയൊക്കെ അള്ളാനെ മാത്രം അള്ളാഹുവിലേക്കാണ് യാത്ര, അവനിലേക്കാണ് മടക്കം. പുറപ്പെട്ടിടത്തിലേക്കുള്ള തിരിച്ചുപോക്കലാണ് ഞാൻ നിങ്ങൾ. വന്നതിനേക്കാൾ വേഗത്തിൽ അള്ളാഹുവിലേക്ക് നമ്മൾ തിരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരുക എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ ചുരുങ്ങുക എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് റസൂൽ പറഞ്ഞ്, ഒരു കാരക്കന്റെ ചീന്തുകൊണ്ടെങ്കിലും നിങ്ങൾക്ക് നരകത്തെ കാത്തുരക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതുകൊണ്ടെങ്കിലും നിങ്ങൾ തടുക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും, ഇതൊരു വെറും വർത്തമാനമായി കേൾക്കുന്നതിന് പകരം പള്ളിക്ക് വേണ്ടി ഇതിനെ കുറച്ചുകൂടി മനോഹരമാക്കുന്നതിന് വേണ്ടി, മനോഹരം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭൗതിക പൊലിമയിലെല്ലാം പറയുന്നു, സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒന്നുകൂടി കൃത്യപ്പെടുത്താൻ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ മികച്ച സംഭാവനകൾ, മികച്ച ഹദിയകൾ, മികച്ച വഖഫുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ നൽകണം എന്ന് വളരെ വിനീതമായി ഈ റമദാനിലെ പുണ്യകരമായ ദിവസത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണാവാരിധിയായ റബ്ബേ അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ, നീ ഞങ്ങളോട് പൊറുക്കണേ, നീ ഞങ്ങളെ സഹായിക്കണേ. അല്ലാഹുവേ, അങ്ങ് ഗസ്സയിൽ പടപൊരുതിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷനൊക്കെ വന്ന ശരീരങ്ങൾ
നൂറുകണക്കിന് പരിക്ക് പറ്റിയവരൊക്കെയാണ് വരുന്നത്. ആരെടുക്കണമെന്നറിയാം, ആരെയാണ് പരിഗണിക്കേണ്ടതെന്നറിയാം. പച്ചക്ക് കിടത്തിയിട്ടൊക്കെ ഓപ്പറേഷൻ നടത്തണ്ട, ശരീരത്തിൽ ഭേദ്യം ചെയ്തുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് അത്രയും വലിയ പരീക്ഷണങ്ങളിലാണ് ആ സംഘമുള്ളത്. കരുണാവാരിധി അല്ലാഹുവേ, അവരെ നീ സഹായിക്കണേ തമ്പുരാനെ. സയനിസത്തെ നീ തകർക്കണേ തമ്പുരാനെ. അവരെ കുതന്ത്രങ്ങൾ നീ ചെറുക്കണേ തമ്പുരാനെ. അവരെ നീ ശൈഥില്യങ്ങളിലേക്ക് കൊണ്ടുപോകണേ തമ്പുരാനെ. ലോകത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ട ജനവിഭാഗമായി, നിന്റെ തന്നെ ശാപത്തിന് വിധേയമാക്കപ്പെട്ട സംഘമായി ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അതിന്റെ സംഘത്തെയും അതിലേക്ക് നീ കൊണ്ടുപോകുമാറാകണമേ തമ്പുരാനെ. നിരപരാധായ കുട്ടികളെയും സ്ത്രീകളെയും നിരപരാധികളെ കടന്നാക്രമിക്കുന്ന സംഘത്തെ നീ തകർക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഗസ്സക്ക് നീ കരുത്തു നൽകണേ തമ്പുരാനെ. ഫലസ്തീനികൾക്ക് നീ വീര്യം നൽകണേ തമ്പുരാനെ. അവർക്ക് നീ കാലുറപ്പും മനസ്സുറപ്പും നൽകി ശത്രുവിനെതിരെ പിടിച്ചു നിൽക്കാൻ അടിയറ വയ്ക്കാതെ, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാതെ, ഭീരുത്വത്തിലേക്കും നിസ്സഹായതയിലേക്കും നിന്ദ്യതയിലേക്കും വലിച്ചിഴക്കപ്പെടാതെ സമരം എത്രമാത്രം നിലനിൽക്കുന്നുവോ, പോരാട്ടവും യുദ്ധവും എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം ഇസ്രായേലിന്റെ പേടി സ്വപ്നമായി നിലനിൽക്കാൻ ഗസ്സയെ, ഹമാസിനെ, ഫലസ്തീനെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അങ്ങ് മസ്ജിദുൽ അഖ്സ, അതിനു വേണ്ടിയുള്ള പോരാട്ടമാണത്. കരുണാവാരിധി അല്ലാഹുവേ, യഹൂദന്മാരിൽ നിന്ന്, സിയോണിസ്റ്റുകളിൽ നിന്ന്, സാമ്രാജ്യത്വവാദികളിൽ നിന്ന് നീ മസ്ജിദുൽ അഖ്സയെ സ്വതന്ത്രമാക്കണേ തമ്പുരാനെ. അന്തസ്സും അഭിമാനവുമുള്ള മുസ്ലിം ലോകത്തിന്റെ കയ്യിലേക്ക് മസ്ജിദുൽ അഖ്സയെ നീ തിരിച്ചു നൽകുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, റമദാനിന്റെ അവസാന രാവുകളിലാണ് ഞങ്ങളുള്ളത്. വളരെ മനോഹരമായി അവസാന രാവുകളെ ഉപയോഗപ്പെടുത്താനുള്ള മാനസികവും ശാരീരികവുമായ സൗകര്യങ്ങൾ നൽകി അല്ലാഹുവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ. നീ ഞങ്ങളോട് കരുണ കാണിക്കണേ. അല്ലാഹുവേ, ഇതുവരെ എടുത്ത നോമ്പുകളുണ്ട്, നീ അതിന്റെ പിഴവുകളും പോരായ്മകളും ഒക്കെ നികത്തി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണമേ തമ്പുരാനെ. അതിന്റെ എല്ലാ പ്രതിഫലങ്ങളും ഇഹലോകത്തും പരലോകത്തും കൈവശപ്പെടുത്താൻ നീ ഞങ്ങളെ സഹായിക്കണേ നാഥാ. കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം രോഗികളുണ്ട്. മക്കളെ രോഗികളായവരുണ്ട്, മാതാപിതാക്കളെ രോഗികളായവരുണ്ട്, ഉമ്മയും പെങ്ങളും മകളും മകനും ഒക്കെ പുതിയ ഏറ്റവും ഇന്നലെ മിഞ്ഞതൊക്കെ പലരും വിളിച്ച് പറയുന്നുണ്ട്, തലക്ക് ട്യൂമറാണ്, ഡോക്ടർ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, വളരെ സീരിയസ് ആണ്. പല രീതിയിലുള്ള രോഗങ്ങളാൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, ഞങ്ങളുടെ ഉമ്മമാർക്ക്, ഉപ്പമാർക്ക്, ഞങ്ങളുടെ ആങ്ങളമാർക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും ശിഫ നൽകി, സലാമത്ത് നൽകി, ആഫിയത്ത് നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, വാർദ്ധക്യം വലിയ പരീക്ഷണമാണ്. അതിന്റെ അവശതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഉപ്പാരും ഉമ്മാരും ഒക്കെ ഉണ്ട്. ഞങ്ങളിൽപ്പെട്ട പലരും ഉണ്ട്, മുട്ടും ഊരയും തലയും ഒക്കെ വേദനിച്ച് ശ്വാസമെടുക്കാനും മൂത്രമൊഴിക്കാനും ഒക്കെ ബുദ്ധിമുട്ടി വാർദ്ധക്യത്തിന്റെ പരവശതകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അവർക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാ ഞങ്ങളും. വാർദ്ധക്യത്തിന്റെ വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ച് നിന്നിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ള ഞങ്ങളുടെ ഉമ്മമാരുണ്ട്, ഞങ്ങളുടെ ഉപ്പമാരുണ്ട്. കട്ടിലുകളും റൂമുകളും ഒക്കെ ശൂന്യമാക്കി കസേരകളൊക്കെ നമുക്ക് വിട്ടു തന്ന്, വീടിന്റെ അകത്തളങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഒഴിച്ചിട്ട് തന്ന് നമ്മളിൽ നിന്ന് വിട പറഞ്ഞിറങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ ഇണകൾ, നമ്മുടെ മക്കൾ, നമുക്ക് വേണ്ടപ്പെട്ട സഹോദരീ സഹോദരന്മാർ, നമ്മുടെ നേതാക്കന്മാർ, കരുണാവാരിധിയായ റബ്ബേ, വളരെ മനോഹരമായി നീ അവരെ സ്വീകരിക്കണേ നാഥാ. മഗ്ഫിറത്തും മർഹമത്തും നൽകണേ നാഥാ. അവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. اللهم إنك عفو تحب العفو فاعف عنا. نشهد أن لا إله إلا الله ونستغفر الله ونسألك الجنة ونعوذ بك من النار اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا ولا شاهدا علينا، واجعله حجة لنا ولا حجة علينا. اللهم اجعل القرآن العظيم شاهدا لنا ولا شاهدا علينا، واجعله حجة لنا ولا حجة علينا. اللهم انصرنا يا رب العالمين. اللهم ربنا لا تجعلنا فتنة للذين كفروا يا رب العالمين. ربنا نجنا من القوم الكافرين، من القوم الظالمين، من القوم الفاسقين. اللهم انصر إخوان المسلمين في فلسطين. اللهم انصر إخوان المسلمون في غزة. اللهم انصرهم يا رب العالمين. اللهم ارحمهم يا رب العالمين. اللهم ثبت أقدامهم ووحد صفوفهم. اللهم انصرهم يا أرحم الراحمين، يا قهار، يا محيط، يا مجيب، يا مغيث، يا غني، يا حميد، يا الله، يا إله، يا رب العالمين.
انصر إخواننا المسلمين في غزة، انصر إخواننا المسلمون في فلسطين، اللهم انصرهم يا ربنا أرحم الراحمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا دعاءنا وصيامنا وقيامنا وقعودنا وسجودنا وركوعنا وتلاوتنا وسائر أعمال الصالحاتنا يا أرحم الراحمين. يا تقبل دعاء يا أرحم الراحمين، يا غني يا حميد، يا غني يا حميد، يا غني يا حميد، يا ذا الجلال والإكرام، يا ذا الجلال والإكرام، يا ذا الجلال والإكرام. اللهم ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين.